വാർത്തകൾ തുടർന്നു. നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്തസുബ്രഹ്മണ്യനെ SIT ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യൽ തിരുവനന്തപുരം ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ. 2019 ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് അനന്തസുബ്രഹ്മണ്യൻ. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ സർക്കാർ 200 രൂപ വർദ്ധിപ്പിച്ച് 1800 രൂപയാക്കും. അന്തിമ തീരുമാനം അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ. പ്രഖ്യാപനം കേരളപ്പിറവി ദിനത്തിൽ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ്. 10 ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ്. പാലക്കാട് മലമ്പുഴ അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഉയർത്തി. CPIയുടെ എതിർപ്പിനിടെ PM ശ്രീ പദ്ധതിയിൽ ചേരാനുള്ള സർക്കാർ നീക്കത്തെ ന്യായീകരിച്ച് LDF കൺവീനർ. അർഹതപ്പെട്ട കേന്ദ്ര ഫണ്ട് വാങ്ങിയെടുക്കണമെന്നാണ് പൊതുനിലപാട്. ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ എതിർപ്പുണ്ട്. വിഷയം LDF ചർച്ച ചെയ്യുമെന്നും TP രാമകൃഷ്ണൻ. ഇന്ത്യക്കെതിരെ വീണ്ടും ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറച്ചില്ലെങ്കിൽ തീരുവ ഉയർത്തും. എണ്ണ വാങ്ങുന്നത് ഉക്രൈനെതിരെയുള്ള യുദ്ധത്തിൽ റഷ്യയ്ക്ക് ധനസഹായമാകുമെന്നും കണ്ടെത്തൽ. ഇന്ത്യക്ക് പുറമെ റഷ്യയുമായി വ്യാപാര ബന്ധം നടത്തുന്ന മറ്റ് രാജ്യങ്ങൾക്കും മുന്നറിയിപ്പ്. വിശദമായ വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ